ഗൈസ്, ഇന്ത്യയുടെ ഒരു ഫ്രണ്ട്ലി മത്സരം വരാൻ പോവുകയാണ്. തായ്ലൻഡിനെതിരെയാണ് കളിക്കാൻ പോകുന്നത്. AFC ക്വാളിഫയർ നമുക്കറിയാം അടുത്ത ആഴ്ച ഹോങ്കോങ്ങിനെതിരെ കളിക്കുന്നുണ്ട്. അതിന് മുമ്പ് തായ്ലൻഡിനെതിരെ കളിക്കാൻ പോകുന്ന മത്സരമാണ്. ആദ്യം തന്നെ പറയാം, നാളെ 6 മണിക്കാണ് മത്സരം ലൈവായിട്ട് ലഭിക്കുന്നത് ഫാൻഗോഡിലാണ്. അവിടെ മത്സരങ്ങൾ ലൈവായിട്ട് വീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഈ മത്സരം മാത്രമല്ല, അടുത്ത വരാൻ പോകുന്ന മത്സരം ഫാൻഗോഡിൽ തന്നെയായിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാകുക എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. തായ്ലൻഡിനെ പറ്റി നമ്മൾ നോ ഓപ്പണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ വീഡിയോ സംസാരിച്ചതാണ്. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു മാച്ച് പ്രിവ്യൂ എന്ന നിലയ്ക്കാണ് നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മസ്റ്റഡ ഇഷി എന്ന് പറഞ്ഞിട്ടുള്ള ജപ്പാനീസ് പരിശീലകനാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ തായ്ലൻഡിലേക്ക് വരുമ്പോഴത്തേക്കും അവർ കുറച്ചും കൂടി ടെക്നിക്കലി ബെറ്റർ ആയിട്ടുള്ള ഒരു ടീമാണ്. ഇപ്പം മോസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ഒരു 4-3-3 ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു 4-3-1-2 ഫോർമേഷൻ, ഇങ്ങനെയൊക്കെയുള്ള രീതിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ തന്നെ വേരിയേഷൻസ് ഉണ്ട്. സംടൈംസ് ഇപ്പോൾ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്ന പ്ലെയറെ കുറച്ചും കൂടി ഒരു അണ്ടർലാപ്പൊക്കെ ചെയ്തിട്ട് ഒരു മിഡ്ഫീൽഡിൽ കുറച്ചും കൂടി ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ചെയ്ത്, പിന്നെ 3 at the back കളിച്ചൊരു ബിൽഡിങ് ഫ്രം ബാക്ക്, ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് തായ്ലൻഡിൻ്റെ ഭാഗത്തു നിന്ന്. പിന്നെ ഓൾസോ നല്ല ഹൈ പ്രസ്സിങ് ആണ്. പറഞ്ഞാൽ ടെക്നിക്കലി നല്ല ഒരു ടീമാണ്. പറഞ്ഞാൽ നല്ലൊരു വിന്നിങ് മൊമെൻറ്റത്തിലൊക്കെ നിൽക്കുന്ന ഒരു ടീമാണ്. അപ്പം നമ്മൾ ഒരു അത്ര ടെക്നിക്കലി ഗ്രേറ്റ് അല്ല, നമ്മളെക്കാൾ ഫാർ ബെറ്ററാണ്. അപ്പം മിഡ്ഫീൽഡിൽ ഒരു പൊസിഷനൊക്കെ വെച്ച് കളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഹൈ പ്രസ്സിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് പറയുന്നൊരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൊസഷൻ കളിക്കാതെ കുറച്ചും കൂടി ഒരു ഡയറക്റ്റ് ഫുട്ബോൾ, കുറച്ചും കൂടി ഒരു ഫിസിക്കൽ പ്ലേ ഒക്കെ കളിക്കുന്നതായിരിക്കും തായ്ലൻഡിനെതിരെ നല്ലത് എന്നുള്ളതാണ്. തായ്ലൻഡിനെതിരെയുള്ള കഴിഞ്ഞ 2 റിസൾട്ടുകൾ, പക്ഷേ അത് നമ്മൾ കളിക്കുന്ന 5 വർഷങ്ങൾക്ക് മുന്നേക്കാണ്. അപ്പം അത് രണ്ടും പോസിറ്റീവായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാവുന്നത്. പക്ഷേ തായ്ലൻഡൊക്കെ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളൊരു ടീമാണ് എന്നുള്ളതാണ്. അവർക്ക് ഒരു റിവെഞ്ച് ടൈം എന്ന നിലയിലായിരിക്കും. കാരണം അവർക്ക് ആ സമയത്തും അവർ മികച്ച ടീം തന്നെയായിരുന്നു. പക്ഷേ ഇന്ത്യക്കെതിരെ പറഞ്ഞ പോലെ ആ 2 മത്സരങ്ങളും പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ഒരു ഫിസിക്കൽ ആൻഡ് ഒരു ഡയറക്റ്റ് ഫുട്ബോൾ രീതി ഇന്ത്യ ഒരു അവലംബിച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിൽ റിസൾട്ട് അനുകൂലമായിട്ട് വന്നില്ലെങ്കിലും ഹോങ്കോങ് മത്സരത്തിൽ സമാനമായിട്ടുള്ള സാഹചര്യവും അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ടീമും ഒക്കെ ആയതുകൊണ്ട് ചിലപ്പം ആ ഒരു മാച്ചിലെ റിസൾട്ടാണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടത്. അപ്പം അങ്ങനത്തെ ഒരു 11 തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം മിക്ക പ്ലേയേഴ്സും അവൈലബിൾ ആണെന്നുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഗോൾ കീപ്പർ എന്ന നിലയിൽ വിശാൽ ഖെയ്ത്ത്, ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് അൻവർ അലി ആൻഡ് സന്ദേശ് സിംഗ്, റൈറ്റ് ബാക്കിൽ ആശിഷ് റായ്, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ റോഷൻ സിംഗ്, ആൻഡ് മിഡ്ഫീൽഡിൽ 2 ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ നിഖിൽ പ്രഭു ആൻഡ് അപ്പുയ. അപ്പം കുറച്ചും കൂടി പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഗെയിം അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള 2 പ്ലേയേഴ്സിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടും. ക്രിയേറ്റീവ് പ്ലെയർ എന്ന നിലയിൽ ബ്രാൻഡൻ ഫെർണാണ്ടസ്. ലെഫ്റ്റിലേക്ക് വരുമ്പം ആഷിഖ് കുരിനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. റൈറ്റിൽ ലാലുൻ ഷാല ചാങ്തെ ആൻഡ് ഒരു സെൻറ്റർ ഫോർവേഡ് എന്ന നിലയിൽ സുനിൽ ഛേത്രിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എൻ്റെ പേഴ്സണലി ഉള്ള ഒരു ആഗ്രഹം ഈ ഒരു മത്സരത്തിൽ ഒരു യങ്സ്റ്ററിന് ഒരു സെൻറ്റർ ഫോർവേഡ് പൊസിഷനിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെന്നാണ്. ഇവൻ സുഹേൽ ആണെങ്കിലും എഡ്മണ്ട് ആണെങ്കിലും പോലത്തെ പ്ലേയേഴ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. സുഹേൽ തന്നെയാണ് പറഞ്ഞ പോലെ മുമ്പ് കളിച്ച അൺഒഫീഷ്യൽ ഫ്രണ്ട്ലീസിലൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയെന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത മത്സരത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു ഛേത്രിയെ കളിപ്പിക്കണം, സുഹേല, അങ്ങനെ ഒരു നമുക്ക് ഛേത്രി ഫുൾ ടൈം കളിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു വസ്തുതയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട സാഹചര്യം കൂടെ ഉണ്ടല്ലോ. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം ബാക്കിയൊക്കെ നമുക്ക് മത്സരം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ ശ്രദ്ധിച്ചാലും കമ്പോസിനെ പറ്റി കാണിക്കാൻ.